ഗേസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവാക്കളുണ്ടല്ലേ. ഇപ്പോൾ പെണ്ണ് കിട്ടുന്നില്ല ആർക്കും. പിന്നെ ആൺകുട്ടികളാണെങ്കിൽ അതും അവരും കല്യാണം കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. കാലത്തിൻ്റെ മാറ്റങ്ങൾ. ഇപ്പം പെണ്ണുറപ്പിക്കാൻ പോകുന്ന സമയത്ത് 5 പവന് 25,000 ഉറുപ്പ്യൻ്റെ മുട്ടായി കേക്ക്. പിന്നെ കൊടുക്കുന്നത് പിന്നെ ഫോണ്, ഐഫോൺ. അതിനൊരു 1 ലക്ഷം 1.25 ഉണ്ടാകട്ടെ. പൈസ നോക്കി എത്ര പൈസ? 5 ലക്ഷത്തിൻ്റെ അടുക്കയായില്ലേ? ഇതൊക്കെ കൂട്ടിയാൽ അവരുടെ ഡ്രസ്സ് ഇതൊക്കെ അനാവശ്യമല്ല. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ആർഭാടവും അനാവശ്യമാണ്. കാരണം ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോലത്തെ എത്രയോ ജനങ്ങളുണ്ട് അല്ലേ, ഭക്ഷണം ഇല്ലാണ്ടൊക്കെ ജീവിക്കുന്നു. അവരെ കാര്യം ആലോചിക്കുക. എത്ര ഭക്ഷണം ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കാര്യം ആലോചിക്കുക. എത്ര വിഷമമുള്ള കാര്യമില്ല, ഭക്ഷണം ഇല്ലാണ്ട് അവർ വിഷമിക്കുന്നത് ഇല്ല. അവർക്കെല്ലാം കൊടുത്തു. ഇതിങ്ങനെ കൊടുക്കണം, ശരിയല്ല. പിന്നെ അവിടെ കാണാൻ പോയാൽ ഒരു പാക്കറ്റ് മിഠായി, അല്ലെങ്കിൽ 2 ഡ്രസ്സ്, ഒരു പവനില്ലാത്തവർക്ക് ഇന്ന് പവനൊന്നും വാങ്ങാൻ കഴിയില്ല. അന്നത്തെ കാലമാണ്. ഇന്ന് എന്തെങ്കിലും ഒരു വാച്ച്, എന്തെങ്കിലും ഒരു പാക്കറ്റ് മിഠായി, ഇതെല്ലാം ഇങ്ങനെ ആർഭാടം. ആവശ്യത്തിനൊരു സാധാരണ ഫോൺ, ഇതൊക്കെ അല്ലാണ്ട് ഇങ്ങനെ കൊടുക്കല് പടച്ചവന് പൊരുത്തക്കേടായൊരു കാര്യമില്ല. 100 ആൾക്കാർ പോയി, ഈ 100 പീപ്പിൾസ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ടമാനം ആർഭാടമായ ഭക്ഷണങ്ങൾ ഞാൻ പറയാനുള്ളത് പിന്നെ ഇറച്ചിപ്പത്തിന് ഉന്നക്കായി, കായ്പോള, പിന്നെ ഇപ്പം എന്തെങ്കിലും എന്തല്ല ഏറ്റവും ഫുഡുകൾ, പിന്നെ ഒരുപാട് ഫുഡുകളെല്ലാം ഉണ്ട്. പിന്നെ ആ ഫുഡുകളെല്ലാം അത് വേറെ. പിന്നെ നോക്കുമ്പോഴെന്ന് വെച്ചാൽ പിന്നെ നോക്കുമ്പോൾ മറ്റേ ഫുഡുകൾ. ഏത് ഫുഡുകളെന്ന് വെച്ചാൽ ഉയ്യപ്പത്തിന് കല്ലുമ്മക്കായി നിറച്ചത്, പിന്നെ അട, ഇങ്ങനെ പറയുന്ന അത് ഫുഡുകൾ വേറെ. മന്തി, ബിരിയാണി, പിന്നെ ഫ്രൈഡ് റൈസ്, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പൈസയുടെ സാധനങ്ങളാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, അതെല്ലാം എന്ന് വെച്ചാൽ